പിന്നെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുവാണെങ്കിൽ ഈ മൊബൈൽ മതി നമ്മുടെ ആപ്പീസ് കൂട്ടാൻ. പേരും പെരുമയുള്ള ഒരു മലയാ ഇത്. മഴ ആരെങ്കിലും വന്നെങ്കിലേ 10 രൂപ കിട്ടും. സുഹൃത്തുക്കളെ, മനോഹരമായ ഒരു സ്ഥലം പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ്. മുട്ടറ മരുതിമല എക്കോ ടൂറിസം. വെളിയത്തിനടുത്താണ് ഈ മുട്ടറ മരുതിമല സ്ഥിതി ചെയ്യുന്നത്. കൊട്ടാരക്കരയിൽ നിന്നും വെറും 10 കിലോമീറ്റർ ദൂരം. വെളിയത്ത് വന്ന് ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് ഇവിടെ വരുവാനുള്ള വഴികൾ പറഞ്ഞു തരും. പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരാൻ കഴിയുന്നതുമാണ്. മനോഹരമായ ഒരു സ്ഥലമാണ്. ഈ പടികൾ കയറി വേണം നമുക്ക് മലയുടെ മുകളിലെത്താൻ. എന്നെ നന്നായി അണയ്ക്കുന്നു. അതിനകത്ത് മണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ ഇവിടെയും വിളക്കുകളൊക്കെ കത്തിക്കുന്നതൊക്കെ കാണാം. ദേ അവിടെ വിളക്കുകൾ കത്തിക്കുന്നതാണ്. മൊത്തത്തിൽ നല്ലൊരു വൈബാണ്. മലദൈവങ്ങളുടെ അങ്ങനെയൊക്കെ ഉള്ള വലിയ വിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വല്ലതും ആയിരിക്കും. പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. വിളക്കൊക്കെ കത്തിക്കുന്നതായിരിക്കും അവിടെ. വിളക്ക് കത്തിക്കുന്നതാ. ദേ ഇവിടെ കുറച്ച് തണുപ്പുള്ള സ്ഥലമാണ്. അങ്ങനെ ഇങ്ങോട്ടൊന്ന് വന്നതാണ്. ഭയങ്കര ചൂട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പോ സൺഗ്ലാസ് കൊണ്ടുവന്നത് കൊണ്ട് അത്യാവശ്യം നമുക്കിതിനെ ഒന്ന് തടയിടാൻ പറ്റും. കണ്ടോ, എന്തൊക്കെയോ വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇപ്പോൾ തൊട്ടപ്പുറത്തൊരു കടലുള്ളത് പോലെ തോന്നിക്കുന്നില്ലേ? ദേ എന്താ ഭംഗിയാണെന്നറിയോ? നമ്മൾ വിചാരിക്കും അപ്പുറം കടലാണെന്നേ, അതേപോലെ കിടക്കുകയാണ്. എന്നുവെച്ച് കഴിഞ്ഞാൽ വെളിയം എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് അവരടുത്തൊക്കെ ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. ദേ എന്താ ഭംഗിയാണെന്ന് നോക്കിയേ കാണാൻ. ഈ മുട്ടറമലയില് നമ്മള് ശരിക്കുമുള്ള വ്യൂ പോയിന്റിലോട്ട് പോവുകയാണ്. ഇവിടെ വരുമ്പോൾ ഇതുപോലൊരു മണ്ഡപം പോലെ ഒരു സംഭവം കാണാം. ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. മഴയോ അല്ലെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയൊക്കെ ചെയ്തിട്ടേക്കും കേട്ടോ. ഇവിടെ നമുക്ക് ഇരിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്യാം. നല്ല രസമാണ്. പിള്ളേരെയൊക്കെ സൂക്ഷിച്ചു കൊണ്ടുവരണം കേട്ടോ. ഊട്ടിയിലൊക്കെ പോയി നമ്മൾ നിൽക്കത്തില്ലേ, ആ ഒരു വൈബാണിപ്പോ. നല്ല രസം കേട്ടോ. ഇതേ കണ്ടോ, ആ കയറി വന്നപ്പോഴത്തെ മുഖമൊക്കെ അങ്ങ് ആകെ വാടി. കാരണം നല്ല കട്ട ചൂടായിരുന്നു കേട്ടോ. ആ സമയത്താ കയറി വന്നത്. ഒരു 4 മണിയാവുമ്പം ഇവിടെ വരത്തക്ക രീതിയിൽ വേണം വരാൻ. ഭയങ്കര കാറ്റടിക്കുന്നു. എനിക്ക് ഭയങ്കര കാറ്റ്. നല്ല സുഖം. ഇപ്പൊ ആ വെയിലടിച്ച് മാറി കേട്ടോ. വന്നപ്പോഴത്തേക്ക് സ്വഭാവം മാറി പ്രകൃതിയുടെ. നോക്കി എന്താ ഭംഗി, മനോഹരമായ കാറ്റ്. ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒരിക്കലെങ്കിലും ഈ സ്ഥലത്തൊന്ന് വരണം കേട്ടോ. വരാതിരിക്കരുത്, വലിയ നഷ്ടമായിരിക്കും. നമ്മള് ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി എത്രയോ രൂപ മുടക്കി എത്രയോ ദൂരങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുന്നു. ചേച്ചി 2 സ്ട്രോങ് ചായ, മധുരം കുറച്ച്. അത്ര ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഇരുന്നോട്ട് കുഴപ്പമില്ല. എത്ര മണിയാകുമ്പോ താഴെ ഇറങ്ങിപ്പോ? അപ്പൊ 8 മണിയാവും. ഈ ഐസും വെള്ളവും എല്ലാം അവിടുന്ന് ചുവന്നോണ്ട് വരണം. ഇതെല്ലാ സാധനവും അങ്ങനെ ചുവന്നോണ്ടുണ്ടെങ്കിലേ ഇവിടെ ജോലിക്കാൻ ഒക്കൂ. ഒരു ദിവസം തന്നെ ഇതെല്ലാം ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടണമെന്നറിയാം. പിന്നെ താഴേന്ന് കൊണ്ടുവരണ്ടേ വെള്ളമൊക്കെ? താഴേന്ന് കൊണ്ടുവരുന്ന മാത്രം ഇത് ഉണ്ടാവണമെങ്കിൽ നമുക്കൊരു പൈസ ഉണ്ടോ മോനെ? മോന് കടുപ്പം വേണം. ഇച്ചിരി കടുപ്പായിക്കോട്ടെ, കുഴപ്പമില്ല. ചേച്ചിയുടെ പേരെന്തുവാ? എന്റെ പേര് സുഭദ്ര. സുഭദ്ര.
നല്ല സുന്ദരൻ ചായ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിനെക്കാട്ടും നല്ല ഭംഗിയായിട്ട്. കാരണം ഒരു പ്രത്യേകത, നമ്മൾ ഈ മലയിലൊക്കെ വന്ന് ചായയൊക്കെ കുടിക്കുമ്പോഴേ ഈ കാറ്റും ഈ ഒരു പ്രകൃതിയും ഒക്കെ ആസ്വദിച്ച് ചായ കുടിക്കാൻ നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഈ വെള്ളം ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇവിടെ ഈ ചേച്ചിയുടെ കടയിൽ വെള്ളമുണ്ട്, അതുപോലെ ചായ വേണ്ടവർക്ക് ചായ ഒക്കെ ഉണ്ട്, ബിസ്ക്കറ്റൊക്കെ ഉണ്ട്. താഴെ നിന്നൊന്നും വാങ്ങേണ്ട കാര്യമില്ല. ഇവിടെ വന്ന് ആ ചേച്ചിക്ക് അതൊരു ഉപകാരവും ആവും. താഴെ നിന്നെല്ലാം കെട്ടിപ്പിറക്കി കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ. മലയുടെ മഴ ആരെങ്കിലും വന്നെങ്കിലേ 10 രൂപയ്ക്ക് കിട്ടും. അതെ, ഇല്ലാത്തോണ്ട് നമ്മുടെ കച്ചവടം ഒന്നും ഇത്ര പേരും പെരുമയുള്ള ഒരു മലയാ ഇത്. നിങ്ങൾ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ പിന്നെ ചപ്പുംചവറുകളൊന്നും വാരി എറിയരുത്. പ്ലാസ്റ്റിക് കുപ്പികളൊന്നും വാരി എറിയരുത്. ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണ്. പ്രത്യേകം ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുപ്പികളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഒന്നും ഇടയൊന്നും ചെയ്യരുത്. ഓക്കെ, ഞാൻ മലയിറങ്ങുകയാണ്. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ.